റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ പരാതിക്കാരൻ. സംഗീത പരിപാടിക്കായി 35 ലക്ഷം ചെലവഴിച്ചതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കൈവശമുണ്ട്. ഇത് തെളിവായി പോലീസിന് കൈമാറിയിട്ടുണ്ട്. പരാതി പിൻവലിക്കാൻ ഷാൻ റഹ്മാൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും പ്രൊഡക്ഷൻ മാനേജർ നിജു രാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അപ്പോൾ നോർമലി ഒരു ഷോയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് സ്പോൺസർഷിപ്പ്, ഒന്ന് ടിക്കറ്റ് സെയിൽ. അപ്പം ഇത് രണ്ടിൻ്റെയും പേയ്മെൻറ്റ് പോയേക്കുന്നത് അവരുടെ അക്കൗണ്ടിലോട്ടാണ്. അതായത് ഞാൻ പറഞ്ഞേക്കുന്നത് SRMC എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലോട്ടാണ് ഈ പേയ്മെൻറ്റ് എല്ലാം പോയത്. പക്ഷേ ഷോ നടത്തിയത് ഇറ്റേണൽ റേ എന്ന് പറഞ്ഞൊരു കമ്പനിയുമാണ്. അവരുടെ ടോട്ടൽ കോസ്റ്റ് എന്താണെന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. 25 lakhs ആണ് അവരുടെ കോസ്റ്റ്. എൻ്റെ കോസ്റ്റ് 35 lakhs എന്നുള്ള ഞാനും പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിസംബർ 21നും ഡിസംബർ 28നും ഈ രണ്ട് ഡേറ്റിലും എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അവർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നാണ് അവർ പറയുന്നത്, ഇപ്പം പറയുന്നത് ന്യായം. അത് കൂടാതെയാണ് പ്രോഫിറ്റ് ഷെയർ പറയുന്നത്. പ്രോഫിറ്റ് ഷെയർ അവർ കറക്റ്റായിട്ട് പറയുന്നത് 40% പ്രോഫിറ്റ് അവർക്ക് വേണ്ടത് മാർക്കറ്റിങ്ങും ക്രിയേറ്റീവ്സും സ്പോൺസർഷിപ്പും കൊണ്ടുതരുന്നതിൻ്റെ പേരിലാണെന്നുള്ളത്. അപ്പോൾ ബാക്കി 60% എനിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. കാരണം എൻ്റെ 35 lakhs ആണ്, എൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 35 lakhs ആണ്, അവരുടെ 25 lakhs. അതുകൊണ്ട് 60% പ്രോഫിറ്റ് എനിക്കും തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ഷോ പോയത്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ നിജു രാജിന്റെ പ്രതികരണമാണ് കണ്ടത്. ഷാൻ റഹ്മാൻ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? സ്മൃതി, കഴിഞ്ഞ ദിവസം തന്നെ ഷാൻ റഹ്മാൻ ഈ പരാതിക്കാരനായ നിജു രാജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നതാണ്. ഈ വീഡിയോ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിക്കാരൻ വലിയ രീതിയിലുള്ള വിമർശനം ഷാൻ റഹ്മാനെതിരെ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ തുടക്കമെന്ന് പറയുന്നത് കഴിഞ്ഞ ജനുവരിയിൽ കൊച്ചിയിൽ വെച്ചൊരു സംഗീത പരിപാടി, അതായത് ഷാൻ റഹ്മാന്റെ ട്രൂപ്പ് ഒരു സംഗീത പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ സംഗീത പരിപാടിയുടെ മറവിൽ 38 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള പരാതിയുമായിട്ടാണ് നിജുരാജ് പോലീസിനെ സമീപിച്ചിരുന്നത്. അങ്ങനെയാണ് എറണാകുളം സൗത്ത് പോലീസ് ഷാൻ റഹ്മാനെയും ഭാര്യയും പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഷാൻ റഹ്മാന്റെ പരാതി, അതായത് ഷാൻ റഹ്മാൻ ഈ പരാതിക്കാരനായ നിജുരാജിനെതിരെ വീഡിയോ പങ്കുവച്ചോട് കൂടിയാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത് 35 ലക്ഷം രൂപയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട താൻ ചെലവഴിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പണം ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഷാൻ റഹ്മാൻ പറയുന്നത്. എന്നാൽ ആ വാദം പൂർണ്ണമായും തെറ്റാണ്. 35 ലക്ഷം രൂപ താൻ ചെലവഴിച്ചതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം തന്നെ കൃത്യമായി പോലീസിനെ തെളിവുകളായി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പരിപാടി വലിയ രീതിയിലുള്ള നഷ്ടം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഷാൻ റഹ്മാൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതും പച്ചക്കള്ളമാണെന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത്. അതായത് ഷാൻ റഹ്മാന്റെ അക്കൗണ്ടിലേക്ക് തന്നെ പലപ്പോഴായി പണം കാശ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അതിലേറ്റവും പ്രധാനം ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വരുമാനത്തിലൂടെ മാത്രം 39 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഇതിന് പുറമെ തന്നെ സ്പോൺസർഷിപ്പായി 25 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 64 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമാനം വലിയ തോതിൽ തന്നെ ഇത്തരത്തിൽ തുക വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം കള്ളം പറയുന്നതെന്നുള്ളത് കൂടിയാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ആരോപണവുമായി, അതായത് ഈ പരാതിയുമായി പോലീസിനെ സമീപിച്ചതിന് പിന്നാലെ ഷാൻ റഹ്മാൻ പലപ്പോഴായി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒരു കത്ത് തനിക്ക് എഴുതി നൽകിയിരുന്നു. ഇങ്ങനെ ഒരു കാര്യം, അതായത് തൻ്റെ പരാതി വ്യാജ പരാതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് നൽകിയിരുന്നത്. ആ കത്ത് താൻ വായിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നില്ല. അതോടുകൂടി നിരന്തരമായി ഷാൻ റഹ്മാൻ ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന് കൂടിയാണ് ഇപ്പോൾ പരാതിക്കാരൻ ആരോപിക്കുന്നത്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.